ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറി റീഡിംഗ് അല്ല. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരുവാനിരിക്കുന്ന ചില മാറ്റങ്ങളെയും കുറിച്ചുള്ള ഒരു പ്രത്യേക ആത്മീയ സൂചനയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണാൻ പോകുന്നത് രണ്ട് ശക്തമായ ശംഖുപുഷ്പങ്ങളാണ്. ഒന്ന് ശുദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ വെള്ള ശംഖുപുഷ്പം. രണ്ടാമത്തേത് ആത്മീയ ശക്തിയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായ നീല ശംഖുപുഷ്പം. നമസ്കാരം, മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ട് പൂക്കളും വെറും പൂക്കളല്ല, സംഖ്യാശാസ്ത്രത്തിലും ആത്മീയ ഊർജങ്ങളിലും വളരെ പ്രത്യേക സ്ഥാനമുള്ള ശക്തികളാണ്. ചിലർക്ക് ഈ പൂക്കൾ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നൽകാം. ചിലർക്കോ സാമ്പത്തിക ഉയർച്ച, മറ്റു ചിലർക്കോ മനസമാധാനം, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ഒരു വലിയ ആഗ്രഹ സഫലീകരണം. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ, നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം നൽകുന്ന ഒരു കാര്യം മനസ്സിൽ ഓർക്കൂ. അതിനുശേഷം മാത്രം ഈ രണ്ട് ശംഖുപുഷ്പങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പൂവ് തിരഞ്ഞെടുക്കൂ. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ആദ്യം ആകർഷിക്കപ്പെടുന്ന പൂവാണ് ഇന്ന് നിങ്ങളുടെ ആത്മാവിനുള്ള സന്ദേശം നൽകുവാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് യാദൃച്ഛികമല്ല, പ്രപഞ്ചം തന്നെ നിങ്ങളെ ഒരു ഉത്തരത്തിലേക്ക് നയിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളുണ്ട്. ഒന്ന് വെള്ള ശംഖുപുഷ്പം, രണ്ട് നീല ശംഖുപുഷ്പം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്താണ് പറയുന്നത് എന്ന് ഇനി നമുക്ക് വിശദമായി അറിയാം. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു വലിയ മാനസിക സംഘർഷത്തിലൂടെയാണെന്നാണ് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അതായത് ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ പെരുമാറുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആദ്യം പറയുവാനുള്ള പ്രധാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നിങ്ങൾ അധികം വിഷമിക്കേണ്ടതില്ല എന്നതാണ്. കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന 3 പ്രധാന മാറ്റങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അർത്ഥം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൊന്നാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത്, നീണ്ട നാളുകളായിട്ട് തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങളിൽ പുരോഗതി ആരംഭിക്കും എന്നതാണ്. നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് ഏറെ നാളുകളായിട്ട് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ഓരോ തവണയും അവസാന നിമിഷത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. എല്ലാം ശരിയായി പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് പോലും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് കാര്യങ്ങൾ നിർത്തിയിടുന്ന അവസ്ഥ. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ വെള്ള ശംഖുപുഷ്പം സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടം അവസാനിക്കാനിരിക്കുകയാണ് എന്നതാണ്. തടസ്സങ്ങൾ പതുക്കെ മാറി കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ഉദാഹരണത്തിന്, വീടുപണി പൂർത്തിയാക്കാൻ കഴിയാതെ പാതിയിൽ നിൽക്കുന്ന അവസ്ഥ, വിചാരിച്ചതിലും കൂടുതൽ ചിലവുകൾ വരിക, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പ്ലാനുകൾ മുടങ്ങുക, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്താതെ നിൽക്കുക. ഇത്തരത്തിൽ ഏറെ നാളുകളായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇനി വീണ്ടും ചലനം പ്രാപിക്കുന്ന സൂചനയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ മാറി തുടങ്ങുന്ന സമയം അടുത്തെത്തിയിരിക്കുകയാണ്. ഇത്രയും നാളും നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഇനി നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവ് തിരിച്ചറിയപ്പെടുന്ന സമയമാണ് ഇനി വരുന്നത്. ഇനി ഈ വെള്ള ശംഖുപുഷ്പം കാണിക്കുന്ന രണ്ടാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും സാമ്പത്തിക മുന്നേറ്റവുമാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരു വലിയ പുതിയ ചലനത്തിലേക്ക് കടക്കുവാൻ പോകുന്നു എന്ന് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അതൊരു ലോട്ടറി ഭാഗ്യമാകാം, അല്ല എങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരാൾക്ക് കടം കൊടുത്തിട്ട് ഇനി അത് തിരികെ കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച പണമാകാം. ഇനി അതുമല്ല എങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിച്ചിരുന്ന ഒരു തുകയാകാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു ധനം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുവാനുള്ള സാധ്യത ഇവിടെ ശക്തമാണ്. അതുപോലെ ചില ആളുകൾക്ക് ഒരു നിശ്ചിത തുക അത്യാവശ്യമായിട്ട് വേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പണം എവിടെ നിന്ന് വരുമെന്ന് ആശങ്ക മനസ്സിൽ വലിയൊരു ഭാരമായി നിന്നു. എന്നാൽ ഇവിടെ കാണുന്നത് അതിന് വേണ്ട വഴികൾ പ്രപഞ്ചം ഇതിനകം തന്നെ നിങ്ങൾക്കായി ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണുവാൻ തുടങ്ങും.
ഇനി മൂന്നാമത്തെ പ്രധാന സൂചന എന്ന് പറയുന്നത് ശത്രുദോഷവും നെഗറ്റീവ് എനർജിയും മാറുന്നു എന്നതാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ചില ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്നേക്കാം. നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അസൂയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ചിലർ. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത വെള്ള ശംഖുപുഷ്പം എന്ന ഭാഗ്യം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ നെഗറ്റീവ് സ്വാധീനങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന സമയമാണ് ഇതെന്നതാണ്. അതിലും പ്രധാനമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമായി ഒരു ദൈവിക കവചം പോലെയുള്ള സംരക്ഷണം ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഈ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹം, അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ സൂചനകൾ അടുത്ത 11 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങും എന്നതാണ് ഇവിടെ കാണുന്നത്. അതായത് ആ കാര്യം നടക്കാനിരിക്കുകയാണ് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു വാർത്തയോ ഒരു വ്യക്തിയുടെ സമീപനമോ അല്ല എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്ന ചെറിയൊരു തുടക്കമോ ഇത്തരത്തിലുള്ള വ്യക്തമായ സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഇത് വെറും യാദൃച്ഛികമല്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ പുഷ്പം അതിനുള്ള ശക്തമായ സാധ്യതയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഒന്നാമത്തെ പുഷ്പമായിട്ടുള്ള വെള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായി രണ്ടാമത്തെ പുഷ്പമായിട്ടുള്ള നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്കായുള്ള തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. നിങ്ങൾ രണ്ടാമത്തെ ഈ നീല പുഷ്പമായിട്ടുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ അക്ഷയപാത്രം പോലെയാണ് എന്നിവിടെ കാണുന്നു. മറ്റുള്ളവർക്ക് എപ്പോഴും നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ ശ്രമിക്കുന്നവരും സ്വന്തം വിഷമങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ആയിരിക്കും നിങ്ങൾ. പക്ഷേ പലപ്പോഴും അതിനു പകരം നിങ്ങളെ തേടിയെത്തിയത് നിരാശയും കണ്ണുനീരുമായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യങ്ങൾ പോലും പലർക്കും മനസ്സിലായില്ല എന്നൊരു വേദന നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആശ്വസിക്കുവാനുള്ള വലിയൊരു സന്ദേശമുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ സങ്കടങ്ങൾക്ക് ഒരു മാറ്റം ആരംഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും നന്മ നിറഞ്ഞ മനസ്സും വെറുതെ ആയിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ പതുക്കെ ഒരു നല്ല കാലത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങുന്ന സമയമാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റിയ ഒരു പ്രത്യേക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന 3 പ്രധാന അനുഭവങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിലൊന്നാമത്തേത് വലിയൊരു ഭാഗ്യാനുഭവം വളരെ അടുത്തു കഴിഞ്ഞു എന്നതാണ്. അടുത്ത 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കടന്നു വരുവാനുള്ള ശക്തമായ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെ സംബന്ധിച്ചായിരിക്കാം. പക്ഷേ അതിൻ്റെ സന്തോഷം മുഴുവൻ വീട്ടിലേക്ക് പകരുന്ന തരത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഒരു മംഗളകാര്യത്തിന്റെ തീരുമാനമാകാം, വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാകാം, തൊഴിൽ സംബന്ധമായ നല്ലൊരു അവസരമാകാം, അല്ല എങ്കിൽ സ്ഥലമാറ്റം, വിദേശയാത്ര, പുതിയ തുടക്കം, ഇവയിൽ എന്തെങ്കിലും ആകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപം കൊള്ളും എന്നതാണ് ഈ പുഷ്പം കാണിക്കുന്നത്. എന്തായാലും ശരി, നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ ഇവിടെ യാതൊരു സംശയവും കാണുന്നില്ല. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഫലം എന്ന് പറയുന്നത് മാനസിക സമാധാനവും രോഗശാന്തിയുമാണ്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങൾക്കും ഒരു ശമനം ലഭിക്കുവാൻ പോകുന്ന സമയം അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഭാരം, ആ ആശങ്ക, ആ ഉറക്കമില്ലായ്മ ഇതെല്ലാം പതുക്കെ മാറി മനസ്സിനൊരു ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സമാധാനം ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നതാണ് ഈ പുഷ്പത്തിന്റെ പ്രധാന സൂചന. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം പൂർത്തിയാകുവാനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്നതാണ്. ഈ റീഡിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിരുന്നില്ലേ, അത് എന്തായാലും ശരി, അത് നടക്കാൻ പോകുന്നു എന്ന് വളരെ ശക്തമായി ഇവിടെ കാണുന്നുണ്ട്. ഇതൊരിക്കലും നടക്കില്ല, നീ വെറുതെ പ്രതീക്ഷിക്കുകയാണ് എന്ന് ചിലർ നിങ്ങളെ
നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യാഥാർത്ഥ്യമാകുന്നത് കണ്ടാൽ അത് പറഞ്ഞ ആളുകൾ പോലും അതിശയിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. അതോടൊപ്പം ഇത്രയും നാളും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും അകറ്റി നിന്നവരും പിന്നീട് നിങ്ങളോടൊപ്പം നിൽക്കുന്നവരായി മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.